KSRTC ബസ് തടഞ്ഞ സംഭവത്തിലൊടുവിൽ മേയർ ആര്യ രാജേന്ദ്രനും MLA സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാൻ നിർബന്ധിതരായി പോലീസ്. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി. അതേസമയം മുഖ്യമന്ത്രിയും മകൾക്കുമെതിരായ മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കുഴൽനാടൻ MLAയുടെ ഹർജിയിൽ വിധി നാളെ വരും. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് വിധി പറയുന്നത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ആദ്യമായി മേയർക്കും MLAയ്ക്കും ഭർത്താവിനുമെതിരെ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായ സാഹചര്യമാണ്. കോടതി ഇടപെടൽ ഉണ്ടായത് ഒരു അഭിഭാഷകന്റെ ഹർജിയെ തുടർന്നാണ് കോടതി ഇടപെടൽ ഉണ്ടായത്. പക്ഷേ അൺലോഫുൾ അസംബ്ലി, അനധികൃതമായി കൂട്ടം ചേരൽ, പബ്ലിക് ന്യൂസൻസ്, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പക്ഷേ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വളരെ ദുർബലമായ ഒരു പക്ഷേ അങ്ങനെ തെളിയിച്ചാൽ ഒരു പക്ഷേ 7 വർഷം വരെയൊക്കെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളാണ്. പക്ഷേ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ എടുത്തുകൊണ്ട് പോലീസ് എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഡ്രൈവർ യദുവിന്റെ ഹർജിയും കോടതി ഫയലിൽ സ്വീകരിച്ചു. അതും നാളെ പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മൊത്തത്തിൽ ഈ മേയർക്കും ഭർത്താവ് MLAയ്ക്കും ഒക്കെ എതിരെയുള്ള കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ നോക്കി കാണണ്ടേ? അങ്ങനെ തന്നെ വേണം ലക്ഷ്മി കരുതാൻ. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും വെട്ടിലായി എന്ന് തന്നെ വേണം പറയാൻ. ഇവർക്കെതിരെ ഈ കേസ് എടുത്തതോടുകൂടി തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് യദു കൃഷ്ണന്റെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല ഈ ഭരണ സംവിധാനം പൂർണ്ണമായി ഈ മേയറെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് മാറുന്നത് പോലീസിന്റെ ഇടപെടലാണെങ്കിലും മറ്റ് തുടർ നടപടികളാണെങ്കിലും എല്ലാ ഭരണ സംവിധാനങ്ങളും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ ദേവ് MLA KSRTC ബസ് ബസ്സിൽ അടിക്കുകയും ബസ്സിനകത്ത് കയറി യാത്രക്കാരെ ഇറക്കി വിടുന്ന ഒരു സംഭവം വരെ ഉണ്ടായി. ഇതൊക്കെ തന്നെ നിയമലംഘനമാണ്. ഇത്തരത്തിൽ KSRTC ബസ് തടയുന്നതൊക്കെ ഇത് തെളിയിക്കാവുന്ന ഏറ്റവും വളരെ നിർണായകമായിട്ടുള്ള രേഖകൾ, അതായത് CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് ഉൾപ്പെടെ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇത് എവിടെയാണ് എന്നുള്ളതിൽ ഇപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. അത്തരത്തിൽ എല്ലാ ഭരണ സംവിധാനങ്ങളും മേയർക്ക് അനുകൂലമായി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വിമർശനമാണ്, അങ്ങനെയാണ് പല തലങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന വിമർശനം. സർക്കാർ സംവിധാനങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വിമർശനമാണ് നിലനിൽക്കുന്നത്. ഇതിൽ കണ്ടക്ടറായിട്ടുള്ള ഡ്രൈവറായിട്ടുള്ള യദു കൃഷ്ണന് നീതി ലഭിക്കാത്തൊരു സാഹചര്യത്തിലാണ് കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി അഭിഭാഷകനായ ബൈജു നോയൽ കഴിഞ്ഞ ദിവസം ഫയൽ ചെയ്യുകയും ഇതിൽ പരിശോധിച്ച ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കാൻ കോടതിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശം ഉണ്ടാവുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. പക്ഷേ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദുർബലമായിട്ടുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ യദു നൽകിയ ഹർജി അതും നാളെ കോടതി പരിഗണിക്കുകയാണ്. പോലീസിൽ നിന്നുൾപ്പെടെ നീതി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ യദു കൃഷ്ണൻ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞ വാദങ്ങളെല്ലാം പൊളിയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തുടക്കത്തിലൊക്കെ തന്നെ ഈ സംഭവം നടക്കുന്നത് പട്ടത്ത് വെച്ചാണ്. പട്ടം, പ്ലാമൂട്, PMG, പാളയം എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങളായിരുന്നു പോലീസ് ആദ്യം പരിശോധിച്ചത്. KSRTC ബസ്സിന് കുറുകെ തന്റെ കാർ നിർത്തിയിട്ടില്ല എന്നുള്ളത് മേയർ ആര്യ രാജേന്ദ്രൻ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ പിന്നീട് CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് മേയറുടെ വാദം പൊളിയുകയാണ് ചെയ്തത്. KSRTC ബസ്സിന് കുറുകെയാണ് മേയറുടെ വാഹനം നിർത്തിയിട്ടിരുന്നത്. ആ വാദം പൊളിഞ്ഞു. പിന്നീട് അതിനുശേഷം മേയർ പറഞ്ഞത് ലൈംഗിക ചേഷ്ട കാണിച്ചു യദു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല മറ്റൊരു കാര്യം, ഈ സച്ചിൻ ദേവ് ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടു, അതിൽ അടിച്ചു എന്നുള്ള ആരോപണമാണ് യദു കൃഷ്ണൻ ഉന്നയിച്ചത്. ഇത് തെളിയിക്കാൻ കഴിയുന്നതായിരുന്നു വളരെ നിർണായകമായിട്ടുള്ള ഈ മെമ്മറി കാർഡ് ഉൾപ്പെടെ. അതും പോലീസ് കൃത്യമായിട്ടൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് നിലനിൽക്കുന്നത്. കാരണം ഈ സംഭവം ശനിയാഴ്ചയാണ് നടക്കുന്നതെങ്കിൽ ബസ് തൃശ്ശൂരിലേക്കൊക്കെ സർവീസ് നടത്തി, അതും ദിവസങ്ങളോളം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്താണ് ഇതിൽ പോലീസ് പരിശോധന നടത്തുന്നത്. ഈ CCTV ക്യാമറ ഉണ്ട് എന്നുള്ളൊരു കാര്യം KSRTC അധികൃതർ പോലീസിനെ അറിയിച്ചിട്ടില്ല. അത്തരത്തിലൊരു അന്വേഷണം ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലൊക്കെ CCTV ക്യാമറകൾ ഇപ്പോൾ ഉണ്ട്. എന്നിട്ട് പോലും പോലീസ് അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്ക് ഒന്നും കടന്നിട്ടില്ല. ദിവസങ്ങൾ കഴിഞ്ഞത് പരിശോധിച്ച സമയത്ത് അത് അപ്രത്യക്ഷമായിരിക്കുന്നു. അത് ലഭിക്കുകയാണെങ്കിൽ അത് വളരെ നിർണായകമായിട്ടുള്ള തെളിവാണ്. സച്ചിൻ ദേവിനെതിരെ കേസ് എടുക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് KSRTC ബസ് ഇത്തരത്തിൽ തടഞ്ഞു നിർത്തുക എന്നുള്ളത്. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും മേയറെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. യദു കൃഷ്ണന് യാതൊരു തരത്തിലും നീതി ലഭിക്കുന്നില്ല. യദു കൃഷ്ണൻ നൽകിയ പരാതിയിലും കന്റോൺമെന്റ് പോലീസ് കേസെടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മേയറും സച്ചിൻ ദേവും നൽകിയ പരാതിയിൽ മാത്രമാണ് കേസെടുത്ത് അന്വേഷണം തുടർന്നു പോകുന്നത്. ഏതായാലും പൊതുതാൽപര്യ ഹർജിയിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നു. തുടർന്ന് നാളെ ഇപ്പോൾ യദു കൃഷ്ണന്റെ ഹർജിയും കോടതി പരിഗണിക്കും. ലക്ഷ്മി.